ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ഒറ്റ വീഡിയോയിൽ എൻ്റെ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തെ വെയിറ്റ് ലോസ് പ്രോഗ്രസ് എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഞാൻ പല സീരീസ് ആയിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെലിവറിക്ക് ശേഷം എൻ്റെ വയറ് കുറയ്ക്കാൻ ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടമ്മി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എക്സസൈസസ് ആണ് വീട്ടിൽ അല്ലെങ്കിൽ പുറത്ത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഈ ഒരു 5 എക്സസൈസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആ 5 എക്സസൈസസ് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, വീട്ടിലോ പാർക്കിലോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് നോർമൽ ക്രഞ്ചസ് ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എങ്ങനെ ക്രഞ്ചസ് ചെയ്യുന്നതെന്നുള്ളത്. അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ. ആ പ്രോസസ്സ് ഇങ്ങനെ കിടന്നിട്ട് കഴുത്തിൻ്റെ അവിടെ കൈവച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കാണാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങൾക്ക് സ്ട്രെയിൻ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ കോർ ഏരിയ, അതായത് വയറിൻ്റെ ഭാഗത്താണ്. ഒരിക്കലും നിങ്ങളുടെ ഷോൾഡറിനോ അല്ലെങ്കിൽ കഴുത്തിനോ ഒന്നും ആയിരിക്കരുത് ഇവിടെ പെയിൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോർമൽ ക്രഞ്ചസ് ഒരു 15 ടൈംസ് എടുക്കുക. അടുത്തത് ചെയ്യുന്നത് സൈക്ലിംഗ് എക്സസൈസാണ്. ഇതും കിടന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോർ ഏരിയയിൽ തന്നെ ആയിരിക്കണം നമുക്ക് ഏറ്റവും അധികം ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യേണ്ടത്. ഇതൊരു 30 ടൈംസ് ഇങ്ങനെ സൈക്കിൾ കിട്ടുന്ന പോലെ ചെയ്യുക. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി പോലെ. ഇപ്പോൾ 30 ചെയ്തിട്ടും നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം എത്രയാണോ ചെയ്യാൻ പറ്റുക അത്രയധികം ചെയ്യുക. നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത്, ഇങ്ങനെ നേരെ തന്നെ കിടന്നിട്ട് കാലുകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഈ കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കാല് താഴെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാണ്ട് നോക്കുക. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ആ സമയത്ത് റിലാക്സ്ഡ് ആവും, കാരണം നമ്മുടെ എഫേർട്ട് ഒന്ന് കുറയും താഴെ ടച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ ചെയ്താലും അവിടെ കൊണ്ട് മുട്ടിക്കാണ്ട് കൊണ്ടുവരിക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫുൾ എഫേർട്ടിൽ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് കാല് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അങ്ങനെ നിൽക്കാൻ എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് കൂടുതലത് ചെയ്യുക. അങ്ങനെ ഇതൊരു മിനിമം 15 ടൈംസ് ചെയ്യുക. അടുത്ത ചെയ്യേണ്ട എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഷോൾഡർ ഏരിയ മാത്രം പൊക്കിയിട്ട് 2 വശത്തേക്ക് ഇതുപോലെ ചെരിയുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല പാടാട്ടോ. ഈ ചെയ്യുന്നത് കാണുന്നില്ലേ, ഇതുപോലെ ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ സൈഡ് ബെല്ലിക്കും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നൊരു എക്സസൈസാണിത്. ഇതും നിങ്ങളുടെ ഷോൾഡറിനായിരിക്കരുത് ഒരു എഫേർട്ട് ഉണ്ടാവേണ്ടത്, വയറിനായിരിക്കണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എക്സസൈസ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഔട്ട് ഓഫ് 5. അപ്പോൾ ഇതിൽ ഈ കാണുന്ന പോലെ ഒരു സ്ക്വാട്ടിങ് പൊസിഷൻ പോലെ താഴേക്ക് വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ പോയൊരു പുഷപ്പ് ഇതിൽ വന്നിട്ട് തിരിച്ചു വരിക. ഇതാണ് വേണ്ടത്. ഈ എക്സസൈസിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറിന് മാത്രമല്ല കേട്ടോ, ഇതൊരു കംപ്ലീറ്റ് ബോഡി വർക്കൗട്ട് പോലെയാണ്. പിന്നെ ഇത് ചെയ്യാനും നല്ല പാടാണ്. ഒരു 15 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ശരിക്കും ബ്രെത്ത്ലെസ് ആവും. നല്ല ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായി. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്, ബട്ട് ഇത് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ എക്സസൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5 എക്സസൈസസും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്ട്രെച്ചിങ് ആണ്. എന്ത് എക്സസൈസ് കഴിഞ്ഞാലും സ്ട്രെച്ചിങ് മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് എക്സസൈസ് കഴിഞ്ഞാലും സ്ട്രെച്ച് ചെയ്യാൻ മറക്കരുത്. ഒരു 5 മിനിറ്റ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക.
ഹലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 5 എക്സസൈസുകൾ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ചെയ്യാവുന്ന എക്സസൈസാണ്. അപ്പം ഡെലിവറി കഴിഞ്ഞ് വയറുള്ളവർക്ക് മാത്രമല്ല, കുടവയറുള്ളവർക്കും അല്ലെങ്കിൽ ചെറിയ പോലെ വയറ് ചാടിയുന്ന ഫീലുള്ളവർക്കൊക്കെ ഇത് എക്സസൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറണം. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്താലും അതുകൊണ്ടൊരു ഫലം ഉണ്ടാവും. എല്ലാവരും ചെയ്ത് ശീലിക്കുക. ജിമ്മോ പാർക്കോ ഒന്നും വേണമെന്നില്ല. വീട്ടിലെ ഡ്രോയിങ് റൂമിലോ ബെഡ്റൂമിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്ന എക്സസൈസാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലുള്ള വർക്കൗട്ട് വീഡിയോസും എൻ്റെ ചാനലിൽ ഒരുപാട് വരുന്നതായിരിക്കും. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ സച്ച് വീഡിയോസ്, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. ബൈ.